ഹലോ ഗേസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു ഹാർഡ് കോർ സീരീസ് തുടങ്ങാൻ പോകണം കേട്ടോ ഗേസ്. അപ്പോൾ നമുക്ക് വേൾഡ് നെയിം 100 സബ് ഹാർഡ് കോർ എന്ന് തന്നെ കൊടുക്കാം കേട്ടോ ഗേസ്. ഓക്കെ, ഹാർഡ് കോർ. ഓക്കെ, ഇതാണ് നമ്മുടെ വേൾഡ്. ഇനി നമ്മൾ സീഡ് റാൻഡായിട്ട് തന്നെ എടുക്കണം കേട്ടോ ഗേസ്. പിന്നീട് ഷോ കോർഡിനേറ്റ്സും നമുക്ക് ഷോ ഡിസ്പ്ലേഡും ഓൺ ആക്കി ഇടാം കേട്ടോ ഗേസ്. പിന്നീട് നമുക്കിനി വേറെ ഒന്ന് നോക്കട്ടെ, വേൾഡ് ക്രിയേറ്റ് ചെയ്യാം ഗേസ്. വേൾഡ് ക്രിയേറ്റഡ്. ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇന്ന് കളിക്കാൻ പോണേന് മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ. ഇനി മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ എന്തിനെന്ന് വെച്ചാൽ അറിഞ്ഞൂടാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. കുറേ യൂട്യൂബേഴ്സ് കളിക്കുന്നുണ്ട് ഗേസ്, ഒരു ചാലഞ്ചായിട്ട്. അപ്പോൾ കുറേ യൂട്യൂബേഴ്സ് അത് കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ കളിച്ചുകൂടാത്തെന്നുള്ള ചിന്ത എനിക്ക് വന്നു. അപ്പോൾ ഞാനും അതങ്ങോട്ട് കയറ്റി ഗേസ്. നമുക്ക് കളിക്കാം. ഹാർഡ് കോർ എന്ന് വെച്ചാൽ നമ്മൾ മരിച്ചാൽ പിന്നീട് നമ്മളെല്ലാം പോകും ഗേസ്. നമുക്ക് സ്പെക്ടേറ്റ് വേൾഡിലെ പിന്നെ കാണാൻ പറ്റും. അതാണ് ഗേസ് ഹാർഡ് കോഡ്. അതുകൊണ്ട് നമ്മൾ ഈ കളിയിൽ മരിക്കാൻ പാടില്ല ഗേസ്. നമ്മൾ മരിക്കാതെ കൃത്യ 100 ഡേയ്സ് നമ്മൾ നിൽക്കണം. അതാണ് ഇതിൻ്റെ ചാലഞ്ച്. ഫുള്ള് സെറ്റപ്പൊക്കെ ആവണം കേട്ടോ ഗേസ്. ഇന്ന് നമ്മൾ അയൺ ആർമർ ആവും കേട്ടോ ഗേസ്. അതാണ് നമുക്കിന്ന്. അപ്പോൾ നമുക്ക് നേരെ പോയി നമ്മൾ ഫസ്റ്റ് ലോകം മൈൻ ചെയ്യാം ഗേസ്. ഓക്കെ ഗേസ്, അപ്പോൾ നമുക്ക് 6 ലോഗ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ പ്ലാങ്ക് ആക്കാം. അതിന് ശേഷം ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കേട്ടോ ഗേസ്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വുഡിൻ്റെ ടൂൾസിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാം. അതിന് സ്റ്റിക്ക് എടുക്കണം. സ്റ്റിക്കും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വുഡിൻ്റെ പിക്കാക്സ് ഉണ്ടാക്കാം കേട്ടോ ഗേസ്. പിക്കാക്സ്, സ്റ്റിക്ക്. ഓക്കെ ഗേസ്, പിക്കാക്സ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു ആക്സും റെഡിയാക്കി. ഓക്കെ, ആക്സും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫുഡ് ഒപ്പിക്കണം ഗേസ്. അങ്ങനെ കുറച്ച് കൗവിനെ കൊല്ലാം ഗേസ്. നമുക്ക് ഫസ്റ്റ് എവിടെ കൗ തോന്നി അവിടെ. ഓക്കെ, രണ്ടാമത്തെ സെറ്റ് കേസ്. അപ്പം ഇനി നമുക്ക് വൂൾ എടുക്കണം. നമ്മളെ ബെഡ് എപ്പോഴും റെഡ് കളർ ആയിരിക്കണം കേസ്. അവിടെ നമ്മൾ ഈ പോപ്പി എടുക്കണം കേട്ടോ കേസ്. 3 പോപ്പി എടുക്കണേ. കേസ് 3 പോപ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഷീപ്പ് കണ്ടുപിടിക്കണം കേസ്. ഷീപ്പിനെ കണ്ടുപിടിച്ച് കൊന്നോളണം. അതിൻ്റെ അമ്മമാരെ വൂൾ എടുക്കണം. എന്നാലേ നൈറ്റ് സ്കിപ്പ് ചെയ്യാൻ പറ്റൂ. ഇല്ല, നമ്മൾ ഹാർഡ് കോർ സീരീസ് ഇവിടെ വെച്ച് എൻ്റെ ആവും കേസ്. അല്ലോ, അമ്മമാരെ കൊന്നോളയും. അപ്പോൾ നമുക്ക് പോയി കണ്ടുപിടിക്കാം കേസ്. ഇവിടെ ഷീപ്പിനൊന്നും കാണാനില്ലല്ലോ. അമ്മമാരൊക്കെ എവിടെ പോയി? ഇവിടെ ആനിമലൊന്നുമില്ലേ? ഷീപ്പും ഇല്ല, ഒന്നും ഇല്ലല്ലോ. ഒരു മൃഗത്തിനും കാണാനില്ലല്ലോ കേസ്. എന്തത്? ഷീപ്പും ഇല്ല, ആനിമലൊന്നും ഇല്ല. ഒരു കോഴിയെങ്കിലും ഉണ്ട്. അതുപോലെ ഒരു പൂച്ചക്കുഞ്ഞ, അതൊരു പിക്കുണ്ട്. അതിനെ നോക്കണ്ട. കുറച്ചൊരു കവുണ്ട് കേസ്. നമുക്ക് ഷീപ്പിനെ വേണം. നമുക്ക് ഒരു കാര്യം തപ്പിപ്പോ നീ അതിൻ്റെ അടുത്ത് ദേഷ്യം നിൻ്റെ അടുത്ത് തറ. നിൻ്റെ അടുത്ത് ഷീപ്പില്ലല്ലേ ഇവിടെ? അവിടെ ഷീപ്പില്ലല്ലേ? പന്നി വെറുതെ കിട്ടും പോട്ട്. അതോ നിൽക്കണേ. അങ്ങോട്ട് വാടാ. ഇന്നെ ഞാൻ കൊന്നിരിക്കണം. ഓക്കെ, അതിനെ കൊന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഊളം ഡ്രോപ്പ് ചെയ്തത്. നമുക്കൊരു 2 ഷീപ്പിനെ കൂടെ കണ്ടുപിടിക്കണം. എവിടെയാണ് നോക്കട്ടെ. കുറച്ച് ഷീപ്പിനെ കണ്ടുപിടിക്കട്ടെ. ഓക്കെ, അങ്ങനെ 3 ഷീപ്പിനെ കണ്ടുപിടിച്ച് തട്ടിക്കളഞ്ഞപ്പോൾ എനിക്ക് 3 ഊട് കിട്ടി. യെസ്, ആവശ്യമില്ലാത്ത സമയത്ത് ഒന്ന് സ്പോൺ അയക്കണം. ഇവന്മാരൊക്കെ എന്തിട്ട് നീ. ഇനി നമുക്ക് ബേസ് ഉണ്ടാക്കാനുള്ള ഒരു സ്ഥലം നോക്കണം കേസ്. നമുക്ക് നമ്മളെ സ്പോണായ സ്ഥലത്തിൻ്റെ എങ്ങോട്ടെങ്കിലും തന്നെ ഒരു ബേസ് സെറ്റ് ചെയ്യാം. മിക്കവാറും നമുക്ക് എവിടെ ആയിട്ട് നോക്കാതെ ഇവിടെ കൊള്ളാം കേട്ടോ കേസ്. ഈ പ്ലേസ് കൊള്ളാൻ തോന്നണം. ഇവിടെ തന്നെ സെറ്റ് ചെയ്യാം കേസ്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ. ക്രാഫ്റ്റിംഗ് ടേബിളിനടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു ബെഡ് ഉണ്ടാകും കേസ്. നമ്മൾ ഊണ് അതിന് മുമ്പ് കളർ മാറ്റണം കേസ്. നമുക്ക് റെഡ് കളറിലോട്ടാക്കാം. ഓക്കെ, റെഡ് കളറിലോട്ടാക്കി ബെഡും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെസ്റ്റ് ഉണ്ടാക്കണം. അതിന് മുമ്പ് കുറച്ച് കോള് ഇത് മൈൻ ചെയ്തിട്ട് കേട്ടോ. സ്റ്റോൺ വേണമെങ്കിൽ സ്റ്റോണിലോട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഫർണസ് ഉണ്ടാക്കി വെക്കണം കേട്ടോ. ഓക്കെ കേസ്, അപ്പോൾ അതെല്ലാം മൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒരു 22 കോബിൾ സ്റ്റോൺ കിട്ടിയിട്ടുണ്ട് കേസ്. ഇനി നമുക്ക് ഫർണസ് ഉണ്ടാക്കണം. അതിന് ശേഷം സ്റ്റോണിൻ്റെ ടൂൾസിലോട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ട് അയൺ മൈനിങ്ങിന് പോകാം കേട്ടോ കേസ്. ഫസ്റ്റ് നമുക്കൊരു ഫർണസ് ഉണ്ടാക്കി കളയാം കേട്ടോ. ഫർണസ്. ഓക്കെ, ഫർണസ് സെറ്റ് ആയിട്ടുണ്ട്.
ഇനി ഫർണസിന് ഇങ്ങോട്ട് വയ്ക്കാം. ഓക്കെ, ഇനി ഫർണസിൻ്റെ നമുക്ക് കുക്ക് ചെയ്യാൻ കുറച്ച് സാധനം എടുത്ത് വയ്ക്കാണ്ട്. ഞാൻ അവിടെ നിന്ന് കോൾ മൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് അവിടെ നിന്ന് കുക്കാവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് സ്റ്റോണിൻ്റെ ടൂൾസ് ഇട്ട് അപ്ഗ്രേഡ് ചെയ്യാം. ഗൈസ് എല്ലാ ടൂൾസും അപ്പോൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിക്കാക്സ് റെഡിയാണ്, ഫുഡും കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് വുഡ് മൈൻ ചെയ്യാം കേട്ടോ. സത്യം ഇരുന്ന് കുക്കാവട്ടെ, എന്നിട്ട് നമുക്ക് അയൺ മൈൻ ചെയ്യാം. അതൊരു വുഡ്. ഓക്കെ, ഇതും കൂടായ വുഡൊക്കെ മൈൻ ചെയ്ത് തിന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പോഴത്തേക്ക് അത് കുക്കായി കാണും. ഇനി നമുക്ക് അതും കൂടെ എടുത്ത് നമുക്ക് താഴോട്ട് പോയിട്ട് കേവ് നോക്കിയിട്ട് നമുക്ക് അവിടെ നിന്ന് മൈൻ ചെയ്യാം ഗൈസ്. കുറച്ച് അയൺ വേണം, ഞാൻ അയൺ ആർമർ ആവുള്ളൂ. അതിന് മുമ്പ് ഒരു ഷോക്ക് പ്ലാങ്ക് ഉണ്ടായിക്കോട്ടെ, ഒരു ഡബിൾ ചെസ്റ്റ് ഉണ്ടാക്കി വയ്ക്കാം ഗൈസ്. നമുക്ക് ഇതൊക്കെ ആയില്ലെങ്കിൽ നമ്മളെ കൈ മൊത്തം മെസ്സി ആയിരിക്കും ഗൈസ്. അതുകൊണ്ട് ഒരു ഡബിൾ ടെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അങ്ങോട്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഡബിൾ ചെസ്റ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് എല്ലാ സാധനങ്ങളും എടുത്തോട്ട് വെക്കട്ടെ. എൻ്റെ പിക്കാക്സിനെയൊക്കെ എടുത്ത് വെക്കണം. സ്കിൽക്ക് ഇങ്ങോട്ട് വാ, തിരിച്ച് ശ്രദ്ധിച്ചില്ല ഗേസ്. ഓക്കെ, ഇനി വുഡിൻ്റെ ആക്സിനെയൊക്കെ പോ. ഫുഡ് ഇങ്ങോട്ട് കോബിൾ സ്റ്റോൺ. ഓക്കെ ഗേസ്, ഇനി നമുക്ക് ഇതും കൂടെ എടുത്തിട്ട് താഴെ മൈനിങ്ങിന് പോകാം കേട്ടോ ഗേസ്. ഓക്കെ, ചാവ് നേരം കൊണ്ട് ഇവിടെ കിടന്നിട്ടാണ്. ഓക്കെ ഗേസ്, ഇനി നമുക്ക് മൈനിങ്ങിന് പോകാം. ഇതും കൂടെ ആയിട്ടുണ്ട്, അതും കൂടെ വെച്ചിട്ട് നമുക്ക് ബാക്കി മൈനിങ്ങിന് പോകാം കേട്ടോ ഗേസ്. അപ്പോഴേ ഗേസ് ഞാൻ അവിടെ നിന്ന് കുറച്ച് അതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മൈനിങ്ങിന് പോകാം. താഴെ മൊത്തം സോംബിയുടെ സൗണ്ടൊക്കെ കേൾക്കണം കേട്ടോ. ഓക്കെ, ഇവിടെ ലാൻഡ് ആയിട്ടുണ്ട്. എല്ലാം ഉണ്ട് അവിടെ, സ്പൈഡറൊക്കെ നിൽക്കണം. നമുക്കിപ്പോൾ ഈ കോൾ ഇങ്ങോട്ട് എടുക്കണം കേട്ടോ ഗൈസ്. കോളൊക്കെ എടുത്തപ്പോൾ സെറ്റാണ്. നമുക്ക് ന്യൂമാരൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പോയി നോക്കാം. ക്രീപ്പർ നിൽക്കുന്നത് അവന്മാരൊക്കെ സ്വന്തം പൊട്ടിത്തെറിച്ചാവും കേസ്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ജീവിയാണ് ക്രീപ്പർ. നിങ്ങൾക്ക് ഏത് ജീവിയാണ് കേസ് ഇതിൽ ഇഷ്ടമില്ലാത്തത്? ആ മോബിനെ വന്ന് താഴെ കമൻറ്റ് ചെയ്യട്ടെ. എനിക്ക് ക്രീപ്പറും സ്കെൽട്ടണാണ് വെറുപ്പിക്കുന്നത്. ക്രീപ്പർ പിന്നെയും കുഴപ്പമില്ല, സ്കെൽട്ടണാണ് വെറുപ്പിക്കുന്നത്. എവരി പോയാലും എനിക്ക് ഇവിടെ ഓവറായിട്ട് എവിടെ പോയാലും ആശമുണ്ട്. അയ്യോ, തീ കത്തിച്ച് ഗേസ്. ഞാൻ പോയി കിടന്ന് ഉറങ്ങിയിട്ട് വന്നു കേട്ടോ. രാത്രി ഇവിടെ കിടന്ന് അടിയുണ്ടാക്കിയ ഹാർഡ് കോർ സീരീസ് ഇന്ന് എൻ്റെ ആവും. അതുകൊണ്ട് ഞാൻ അത്രയും എക്സ്പേർട്ടൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങിയിട്ടാണ് കേസ് വന്നത്. അപ്പോൾ നമുക്കൊരു നമ്മളെ 180 ++++++ 1000 ഐക്യം ഉപയോഗിക്കാൻ കേസ്. ഇനി നീ എന്നെ അടിക്കോടാ സൗണ്ട്. ഇനി നീ അടിച്ച് കാണില്ല, തൊട്ട് കാണില്ല എന്നെ. അയ്യോ, തൊട്ട് കാണിച്ച് വേണ്ടായിരുന്നു. എന്നെ തൊട്ടാ കഴിഞ്ഞ വേണ്ട പവറ്. ഇനി നമുക്ക് ഇവിടെ ഞാൻ കുറച്ചൊന്നും ഉണ്ടായിരുന്നില്ല, അതോ പറഞ്ഞു. വാ. ഇപ്പൊ കണ്ടോ, അമ്മരെയൊക്കെ ഞാൻ കരിയിച്ചു കൊല്ലും. നമ്മളെ അടുത്താണ് കളി അത് അല്ലേ ഗേസ്? നിങ്ങൾ കമൻറ്റ് ചെയ്യും, പവർ എന്ന് കമൻറ്റ് ചെയ്തു ഗേസ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് എന്തുണ്ടാക്കണമെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ ഗേസ്. ഞാൻ മിക്കവാറും ഡയമണ്ട് മൈനിങ് ആയിരിക്കും പോണത്, കാരണം ഡയമണ്ട് ആർമർ ആവണം. അല്ലെങ്കിൽ ഹാർഡ് കോർ സീരീസിൽ ടഫായിരിക്കും ഗേസ് പിടിച്ചിരിക്കാൻ. ഡയമണ്ട് ആവണം, പിന്നീട് വില്ലേജ് കണ്ടുപിടിക്കണം ഗേസ്. അതായിരിക്കും അടുത്ത എപ്പിസോഡ്. അതാ ലെസ് പ്ലേ വേണോ ഹാർഡ് കോർ വേണോ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യട്ടെ ഗേസ്. അതിനും അവിടെ നിന്നപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ പോകാം കേട്ടോ ഗേസ്. ബേസിൽ പോവാം. ബേസ് എത്തിയിട്ടുണ്ട് ഗേസ്. നമുക്കിനി കിട്ടിയ 10 അയണ സ്മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ഗേസ്. ആ സമയം കൊണ്ട് കുറച്ച് വുഡ് മൈൻ ചെയ്തെടുക്കാം. ഓക്കെ, ഗേസ്, ഇതും കൂടെ വുഡ് മൈൻ ആയിട്ടുണ്ട്. ഇനി ആ പന്നി ആവശ്യം പറഞ്ഞു. ഷീപ്പൊക്കെ നിൽക്കണം, ഇപ്പോൾ വരുവന്മാർ. 4 എണ്ണായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലൊരു പിക്കാക്സ് ഉണ്ടാക്കാം ഗേസ്. പിക്കാക്സ് സ്റ്റിക്ക്. ഓക്കെ, പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ ആയിട്ട് നമുക്ക് ബാക്കി ടൂൾസ് ഉണ്ടാക്കാം കേട്ടോ ഗേസ്. ഇനി നമുക്ക് ഈ ചവറൊക്കെ അങ്ങോട്ട് പോട്ട്, ചവറെല്ലാം പോട്ട്. കുറച്ച് പ്ലാങ്ക് വേണ്ട സ്റ്റിക്ക് കയ്യിലുണ്ട്. നമുക്ക് സ്റ്റിക്ക്. ഓക്കെ, ഇനി നമുക്ക് ഒരു ആക്സും കൂടെ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് കുറച്ച് നേരം നിന്നിട്ടുണ്ട്. അപ്പോൾ 7 എണ്ണം ആയിട്ടുണ്ട്, 7 ഏണിംഗ് ഗെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടൂൾസൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം കേട്ടോ ഗേസ്. നമുക്ക് ഇനി ഒരു ആക്സ് ഉണ്ടാക്കാം. ഫസ്റ്റ് തന്നെ ഒരു ആക്സ്, അതിൻ്റെ ഒരു സോഡ് ഉണ്ടാക്കാം കേട്ടോ ഗേസ്. സോഡ്. ഓക്കെ, സോഡ് ഓക്കെ ആയിട്ടുണ്ട് ഗേസ്. അത് എന്താണ് ഇപ്പം ഞാൻ ചെയ്യണേ? എല്ലാം തെറ്റി പോകണം. ഓക്കെ,
ഇനി ഒരു ഷീൽഡ് ഉണ്ടാക്കണം കേട്ടോ. ഷീൽഡിന് ഒരു അയണിങ് കെറ്റ്. ഓക്കെ, ഷീൽഡ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി അതും കൂടെ എടുത്തിട്ടാൽ ഓക്കെ, ഷീൽഡ് ഓക്കെ. ബാക്കി അയണിങ് കെറ്റിന് അങ്ങോട്ട് വെച്ച് സ്റ്റിക്കും പോട്ട്, ആക്സ് ഇങ്ങോട്ട് പോവാ, ബാക്കിയെല്ലാം അങ്ങോട്ട് പോട്ട് ഗൈസ്. വേറെ എല്ലാം അങ്ങോട്ട് പോട്ട്, ചവറെല്ലാം അങ്ങോട്ട് പോട്ട്. ഓക്കെ, ഇനി നമുക്ക് അവിടെ അങ്ങോട്ടെങ്കിലും മൈൻ നോക്കട്ടെ. ഇപ്പം നമ്മൾ കുറച്ചും കൂടെ സെക്യൂറായി. അപ്പം ഷീൽഡൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇനി കുറച്ച് ദൂരോട്ട് അങ്ങോട്ടെല്ലാം പോയി നോക്കാം. ഈ ക്യാവിൻ്റെ അകത്തൊന്നുമില്ല, ചെറിയൊരു ക്യാബിനകത്ത് ഗൈസ്. ദൂരോട്ട് പോയിട്ട് വേറെ വല്ല ക്യാബ് നമ്മൾ കാണുന്നുണ്ടോ നോക്കിയിട്ട് അവിടെ നമുക്ക് മൈൻ ചെയ്യാൻ കേട്ടോ ഗൈസ്. അപ്പോൾ കുറച്ചും കൂടെ സെക്യൂറാണ്. ആരെങ്കിലും വന്നാൽ നമുക്ക് പറഞ്ഞടിക്കാമെന്ന്. അതൊക്കെ അത്രേ ഉള്ളൂ. അങ്ങോട്ട് പോയി കുറച്ച് ക്യാബ് നോക്കട്ടെ. അപ്പോൾ ഈ പോണ പോക്കിനൊരു വില്ലേജും കൂടെ കണ്ടിരുന്നേ കൊള്ളായിരുന്നു കേട്ടോ ഗൈസ്. വില്ലേജ് വേണം. ഇവിടെ പംകിനൊക്കെ ഇരിക്കണുണ്ട്. അതിനടുത്ത് എവിടെ എവിടെയും വില്ലേജ് കാണണം, അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ. എന്തൊരു പുരി. കേവ് ഗൈസ്. ഇവിടെ ഒരു കേവ് ഉണ്ട് കേട്ടോ. ഈ കേവ് എൻ്റെ പൊന്നോ ജസ്റ്റ് മിസ്. ഞാൻ വിചാരിച്ചു പടാന. അതും ഒരു അയൺ ഇരിക്കുന്നുണ്ട് കേട്ടോ സ്വൈര. അത് പിള്ളേർ നമുക്ക് അയൺ അങ്ങോട്ട് മൈൻഡ് ചെയ്യണം. എന്തോ വരുത്തുന്നു ഞാൻ അടിയാത്ത. ചാവടാ 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 ചാവടാ. അതൊക്കെ തന്നെ ഞാനെ പോകാൻ പറഞ്ഞു. ഓക്കെ സെറ്റ്. ഞാൻ ചത്തിട്ടുണ്ട്. മൊത്തം വേണ്ട, അങ്ങോട്ട് പോകണ്ട. മൊത്തം എനിമി. ഓക്കെ, അപ്പോൾ അതും കൂടെ ഞാൻ മൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓ, ഇത് മെനക്കെട്ട പണിയാണ്. ഇതോ അടിച്ച് താഴെ ഇറങ്ങില്ല. അയ്യോണ്ട് അവൻ്റെ പണിയൊക്കെ നമുക്ക് നമ്മുടെ പണിയാകും. നമുക്ക് കുറച്ചും കൂടെ അയൺ വേണം. കുറച്ചും കൂടെ അയൺ എവിടെ നിന്ന് നോക്കട്ടെ. എവിടെയെങ്കിലും കാണണമെങ്കിൽ നമുക്ക് മൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ഡോർ 2 അയൺ ഇരിക്കുന്നുണ്ട്. നമുക്കത് മൈൻഡ് ചെയ്തെടുക്കാം. കുറച്ച് പിള്ളേർ ഓക്കെ. രാത്രിയായി. ഞാൻ 2 അയണെന്ന് പറഞ്ഞ് എൻ്റെ തൊട്ടടുത്ത് കുറച്ച് അയൺ ഉണ്ടായിരുന്നു, അത് മൈൻഡ് ചെയ്ത് കണ്ടുവിടുന്നു. അപ്പോൾ ഞാൻ അത്ര അയൺ ആ ക്യാവിൽ നിന്ന് പറ്റണ അയണെല്ലാം ഞാൻ മൈൻഡ് ചെയ്തെടുത്ത് കേട്ടോ. ഇനി നമുക്ക് പോയി നോക്കാം. ഇനി നമുക്ക് ബാക്കി പണിയിലോട്ട് പോകാം. ഈ അയണിനെ സ്മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം. അതിന് മുമ്പ് ഞാൻ കുറച്ച് ഫുഡൊന്ന് എത്തിച്ചോട്ടെ. ദോ എടുക്കാൻ നിൽക്കണം. കള്ള ഫുഡൊക്കെ സമ്മതിക്കില്ല. ചാവടാ. അവൻ്റെ അമ്പൂട്ട് നമ്മൾ എന്താണ് നമ്പർ? ചത്തിട്ടുണ്ട്. പിന്നെ ഓക്കെ, ഇനി നമുക്ക് ആ എണ്ണ സ്മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. സ്മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം. അതവിടെ സ്മെൽറ്റ് ആവട്ടെ. ഓക്കെ, അപ്പോൾ 17 കിട്ടിയിട്ടുണ്ട്. അത് സ്മെൽറ്റ് ആയതാണ്. ഒരു ചെസ്റ്റ് പ്ലേറ്റ്, ഒരു ലെഗിൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് രണ്ടും വിയർ ചെയ്യാം. ഓക്കെ, എന്നെ കാണാൻ കുറച്ചും കൂടെ ലുക്കായില്ലേ ഗേസ്? എന്നെ കാണാൻ കുറച്ചും കൂടെ ലുക്കായില്ലേ? നിങ്ങളെ നോക്കിയിട്ട് പറ. ഒരു ഒക്കെ ആയപ്പോൾ കുറച്ച് ലുക്കായില്ലേ ഗേസ്? ഇനി നമുക്ക് ബാക്കിയും കൂടെ നമുക്ക് കുറച്ചും കൂടെ ലുക്കാവുമെന്നു. ലുക്കാവട്ടെ, അടിച്ച് കയറട്ടല്ല. നമുക്ക് ബാക്കിയും കൂടെ എടുക്കാം ഗേസ്. ബൂട്ടൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ബൂട്ടും കൂടെ ഇടാം ഗേസ്. ഇനി ഒരു ഹെൽമെറ്റും കൂടെ മതി കേട്ടോ ഗേസ്. ഓക്കെ, ഹെൽമെറ്റ് ഓക്കെ ആയിട്ടുണ്ട് ഗേസ്. ഇനി ഹെൽമെറ്റ് വെയർ ചെയ്യാം. അപ്പോൾ ഫുൾ അയൺ ആർമർ ആൻഡ് ടൂൾസ് ആയിട്ടുണ്ട്. ഓയും കൂടെ ഇല്ലാതുള്ളൂ. വേണ്ട, നമുക്ക് സ്റ്റോണി ഉണ്ടാക്കിയാലും മതി ഗേസ്. ഇനി ഹാർഡ് കോർ സീരീസിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗേസ്, ബക്കറ്റ് വേണം. ഇല്ലെങ്കിൽ നമുക്ക് ഹാർഡ് കോർ സീരീസിൽ സർവൈവ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും ഗേസ്. നമ്മളിപ്പം ഹൈന്ന് വല്ലതും വേണമെങ്കിൽ നമ്മൾ ബക്കറ്റ് രക്ഷിക്കും ഗേസ്. അപ്പോൾ ബക്കറ്റിന് വേണ്ടി 3 അയൺ സെറ്റ് ആയിട്ടുണ്ട്. ഇനി കറക്റ്റ് 3 അയൺ കണക്ക് വെച്ചാണ് ഗേസ്. ഒരു ബക്കറ്റും കൂടെ ഉണ്ടാക്കണം. ഇനി വെള്ളം നിറയ്ക്കാൻ കേട്ടോ ഗേസ്. ഓക്കെ, വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി തിരിച്ചു പോവാം. ബക്കറ്റ് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ബക്കറ്റ് കൈ ഇരിക്കുന്ന ഒരു സേഫ്റ്റി മെഷറാണ് ഗേസ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗേസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ കുറച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്യണം ഗേസ്. ടാറ്റാ, ബൈ ബൈ.